Hi friends, welcome back to Sana's Edu Tips. മാത്തമാറ്റിക്സ് പെഡഗോജിയുമായി റിലേറ്റ് ചെയ്ത് കുറച്ച് റിപ്പീറ്റ് ആയിട്ട് വരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ NCF-മായി ബന്ധപ്പെട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് എല്ലാമാണ് ഇന്ന് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നേരെ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനലിൽ നിന്ന് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ ഫ്രണ്ട്സിനോടെല്ലാം ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പ്ലേലിസ്റ്റ് പോയി നോക്കുക, ഒത്തിരി ക്ലാസ്സസ് എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഫസ്റ്റ് വൺ, ആസ് പെർ ദി NCF 2005 ഓപ്ഷൻസ് ആണ് പിന്നെ തന്നിരിക്കുന്നത്. നാരോ എയിം ഓഫ് ടീച്ചിങ് മാത്തമാറ്റിക്സ് അറ്റ് സ്കൂൾ ഈസ് ടു ഡെവലപ്പ് ന്യൂമറസി റിലേറ്റഡ് സ്കിൽ ആൻഡ് ഹയർ എയിം ഈസ് ടു ഡെവലപ്പ് പ്രോബ്ലം സോൾവിംഗ് സ്കിൽ. Second one, narrow aim of teaching mathematics at school is to teach arithmetic and higher aim is to teach algebra. Then third one, narrow aim of teaching mathematics at school is to teach number system and higher aim is to teach algebra. Then fourth one, narrow aim of teaching mathematics at school is to teach calculation and higher aim is to teach measurement. ഇപ്പോൾ NCF 2005 ആയിട്ട് നമുക്ക് പറഞ്ഞിട്ടുള്ള നാരോ എയിമും ഹയർ എയിം അല്ലെങ്കിൽ ബ്രോഡർ എയിം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ക്ലാസ് ഇത് ചെയ്തിട്ടുണ്ട്. മാത്തമാറ്റിക്സ് പെഡഗോജി എന്ന് പറയുന്ന സീരീസിൽ പ്ലേലിസ്റ്റിലുണ്ട്. അപ്പോൾ ക്ലാസ് ഒന്ന് ഇത് ഈ ഒരു ടോപ്പിക് അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണും. ഇതുമായി ബന്ധപ്പെട്ട് ഒത്തിരി ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ പറഞ്ഞോളൂ, ഏതായിരിക്കും? ഫസ്റ്റ് വണ്ടെ ആസ് പെർ ദി NCF 2005. അപ്പോൾ നാരോ എയിം ഓഫ് മാത്തമാറ്റിക്സ് ടീച്ചിങ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് വണ്ണാണ് ആൻസർ ആയിട്ട് വരുന്നത്. Narrow aim of teaching mathematics at school is to develop numeracy related skill and higher aim is to develop problem solving skill എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. ദ നെക്സ്റ്റ് ഒന്ന് നോക്കൂ. ആസ് പെർ NCF 2005, ടീച്ചിങ് ഓഫ് നമ്പേഴ്സ് ആൻഡ് ഓപ്പറേഷൻസ് ഓൺ ദം, മെഷർമെൻറ്റ് ഓഫ് ക്വാണ്ടിറ്റീസ് എക്സെട്ര അറ്റ് പ്രൈമറി ലെവൽ caters to the first one, narrow aim of teaching mathematics. Second one, higher aim of teaching mathematics. Third one, aim to mathematize the children's thought process. Fourth one, aim of teaching important mathematics. അപ്പോൾ ഇതിലേതാ വരുന്നത്? ഇതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ടീച്ചിങ് ഓഫ് നമ്പേഴ്സ് ആൻഡ് ഓപ്പറേഷൻസ് ഓൺ ദം എന്ന് പറയുമ്പോൾ അത് ഏത് എയിമിലാണ് വരുന്നത്? നാരോ എയിമിൽ വരുന്നതാണ്. നാരോ എയിം ഓഫ് ടീച്ചിങ് മാത്തമാറ്റിക്സ് എന്നുള്ളതാണ്. ഓക്കെ, The next നോക്കാം. Present NCERT textbooks on mathematics are written keeping in mind the recommendations of first one, syllabus prescribed by CBSE in 2006, second one, syllabus prescribed by State Board in 2006, and third one, National Curriculum Framework 2005, and fourth one, National Policy on Education 1986. ഇപ്പോൾ പ്രസൻറ്റ് NCERT ടെക്സ്റ്റ് ബുക്ക് ഓൺ മാത്തമാറ്റിക്സ് അത് ഏതിൻ്റെ ബേസിലാണ് അല്ലെങ്കിൽ ഏതിൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണ്? നമുക്കറിയാം NCERT എന്ന് പറയുമ്പോൾ എന്താണ്? നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് NCF 2005ൻ്റെ ഇതിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് 2005. നെക്സ്റ്റ് വൺ, some students of your class are repeatedly not able to do well in mathematics examinations and tests. As a teacher, you would give more tests for practice. Second one, explain the consequences of not doing well. Third one, diagnose the causes and take steps for remediation. Fourth one, make them sit with high achievers. Some students of your class are repeatedly not able to do well in mathematics examination and test എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് കാരണം എന്താ ചെയ്യേണ്ടത്? അപ്പോൾ നമ്മൾ ആസ് എ ടീച്ചർ എന്ന നിലയ്ക്ക് നമ്മൾ ആ ഒരു പ്രോബ്ലം അവർക്ക് എക്സാമിനും അതുപോലെ ടെസ്റ്റിലും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ്. സോ വി ഹാവ് ടു ഡയഗ്നോസ് ദി കോസസ് ആൻഡ് ടേക്ക് സ്റ്റെപ്സ് ഫോർ റെമഡിയേഷൻ അല്ലേ? നെക്സ്റ്റ് വൺ, എ ടീച്ചർ കണ്ടക്റ്റഡ് എ ഡിബേറ്റ് ഇൻ ദി ക്ലാസ് ഓൺ ദ following topic. 0 is the most significant number. She encouraged every child to express his or her view on the topic. The teacher is, അപ്പോൾ ടീച്ചർ ഒരു ഡിബേറ്റ് കണ്ടക്ട് ചെയ്യാണ്. ഏതിൻ്റെ ടോപ്പിക്ക് ഏതാണ്? 0 is the most significant number എന്ന ടോപ്പിക്കിൽ ഒരു ഡിബേറ്റ് കണ്ടക്ട് ചെയ്യാണ്. സോ ഷി എൻകറേജ്ഡ് എവറി ചൈൽഡ് ടു എക്സ്പ്രസ് ഹിസ് ഓർ ഹെർ വ്യൂ ഓൺ ദ ടോപ്പിക്. ഹിയർ ദ ടീച്ചർ ഈസ് first one, using her mathematics class as life skill class to develop value of argument among the children. Second one, inducing problem solving skill among the children. Third one, making her classroom more communicative and reflective. Fourth one, passing her time as students are not in mood of study. ഇപ്പോൾ ഡിബേറ്റ് ആണ്. എൻകറേജ് എവറി ചൈൽഡ് ടു എക്സ്പ്രസ് ഹിസ് ഓർ ഹെർ വ്യൂ എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും ഓപ്ഷനിൽ വരുന്നത്? തേർഡ് വണ്ണാണ് കറക്റ്റ് അല്ല? മേക്കിംഗ് ഹെർ ക്ലാസ് റൂം മോർ കമ്മ്യൂണിക്കേറ്റീവ് ആൻഡ് റിഫ്ലക്റ്റീവ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കാം.
In an inclusive mathematics classroom, what would be your strategy for addressing the needs of visually challenged learners? First one, send the learners to a special educator. Second one, design alternate teaching, learning and assessment method. Third one, offer them another subject instead of mathematics. Fourth one, pair them with the high scorers in mathematics. അപ്പോൾ വിഷ്വലി ചലഞ്ച് ലേണേഴ്സിനാണ് അതിന് സ്ട്രാറ്റജി എന്തായിരിക്കണം? സെക്കൻഡ് വൺ ആണ് കറക്റ്റ്. ഇല്ല, പെട്ടെന്ന് തന്നെ കിട്ടും. വേറെ ഓപ്ഷൻസിൽ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഇല്ല. ഡിസൈൻ ഓൾട്ടർനേറ്റ് ടീച്ചിങ് ലേണിംഗ് ആൻഡ് അസസ്മെൻറ്റ് മെത്തേഡ്സ് എന്നുള്ളതാണ്. ദ നെക്സ്റ്റ് ഒന്ന് നോക്കാം. അക്കോർഡിംഗ് ടു NCF 2005, സ്കൂൾ മാത്തമാറ്റിക്സ് ടേക്സ് പ്ലേസ് ഇൻ എ സിറ്റുവേഷൻ വേർ ഫസ്റ്റ് വൺ, children are listeners and the teacher is an active narrator. Second one, children are involved in chorus drill of formula and pressure of performance in examination. Third one, mathematics is part of children's life experience. Fourth one, children are forced to learn all concepts by daily practice. As per NCF 2005, school mathematics takes place in a situation where എങ്ങനെയായിരിക്കണം? തേർഡ് വൺ അല്ല, മാത്തമാറ്റിക്സ് ഈസ് എ പാർട്ട് ഓഫ് ചിൽഡ്രൻസ് ലൈഫ് എക്സ്പീരിയൻസ് എന്നായിരിക്കണം. ഓക്കെ അല്ലേ? ദെൻ നെക്സ്റ്റ് നോക്കാം. പ്രോബ്ലം പോസിംഗ് ഇൻ മാത്തമാറ്റിക്സ് മീൻസ് raising doubts in the class, inability to solve problems, solving problems, creating problems from the content. Problem posing in mathematics means എന്താണ്? Raising doubts in the class അല്ലേ? Raising doubts in the class. Next നോക്കാം. In a mathematics classroom, emphasis is placed on problem solving strategies, mathematical algorithms and processes, mathematical content, process and reasoning. അപ്പോൾ എന്തായിരിക്കണം? In a mathematics classroom, emphasis is placed on mathematical കണ്ടന്റിലായിരിക്കണം, process and reasoning എന്നുള്ളതാണ്. Next one. A lesson plan on a unit of mensuration includes one of the instructional objectives as follows. Learners will be able to understand the application of mathematics. This instructional objective is dash. അപ്പോൾ ഒരു ലെസൺ പ്ലാൻ മെൻസുറേഷൻ എന്ന് പറയുന്ന യൂണിറ്റിൻ്റെ ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ടീച്ചർ അവിടെ എന്താണ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവായിട്ട് എഴുതുകയാണ്. ലേണേഴ്സ് വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദ ആപ്ലിക്കേഷൻ ഓഫ് മാത്തമാറ്റിക്സ് എന്നാണ്. സോ ഇവിടെ ഈ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് 4 സ്റ്റേറ്റ്മെൻറ്റിൽ ഏതാണെന്ന് നോക്കുക. ഓക്കെ, appropriate as one must be able to apply the knowledge gained, inappropriate as the object is vague and ill-defined, appropriate as all units of mathematics aim at this only. Fourth one, appropriate as unit on mensuration have lot of application in day-to-day life. അപ്പോൾ അതിൽ എഴുതുന്ന ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ് എന്താണ്? ലേണേഴ്സ് വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദ ആപ്ലിക്കേഷൻ ഓഫ് മാത്തമാറ്റിക്സ് എന്നാണ് അതിൻ്റെ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവായിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് അപ്രോപ്രിയേറ്റ് ആണോ ഇൻഅപ്രോപ്രിയേറ്റ് ആണോ അതിൻ്റെ റീസണും ഇത് തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 4 ഏതാണ് കറക്റ്റായിട്ട് വരുന്നത്? യൂണിറ്റ് എന്താണ്? മെൻസുറേഷൻ എന്ന് പറയുന്ന യൂണിറ്റ് ആണ് അല്ലേ? അപ്പോൾ എന്താണ്? അപ്രോപ്രിയേറ്റ് ആണ്. ഇപ്പോൾ പറഞ്ഞ ഈ ലേണിംഗ് ഈ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ അപ്രോപ്രിയേറ്റ് ആണ്. അതിൻ്റെ എന്താണ്? ആസ് യൂണിറ്റ് ഓൺ മെൻസുറേഷൻ ഹാസ് ലോട്ട്സ് ഓഫ് ആപ്ലിക്കേഷൻ ഇൻ ഡേ ടു ഡേ ലൈഫിൽ മെൻസുറേഷൻ എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റുമായിട്ട് ഒത്തിരി ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. സോ അപ്രോപ്രിയേറ്റ് ആസ് യൂണിറ്റ് ഓൺ മെൻസുറേഷൻ ഹാസ് ലോട്ട്സ് ഓഫ് ആപ്ലിക്കേഷൻ ഇൻ ഡേ ടു ഡേ ലൈഫ്. അപ്പോൾ മാത്സിൻ്റെ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് പെഡഗോജിയുമായി റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ടോപ്പിക്ക് തന്നിട്ട് അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് പഠിക്കുക. ക്വസ്റ്റ്യൻസ് എങ്ങനെ വന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ക്ലാസ് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ പോയി നോക്കുക. അതിൽ കേറ്റിൻ്റെ ക്ലാസ്സസും സീറ്ററ്റിൻ്റെ ക്ലാസ്സസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്കും കൂടി ചെയ്തേക്കണേ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് ഈ നെക്സ്റ്റ് ക്ലാസ്സിൽ വേറൊരു ടോപ്പിക്കുമായിട്ട് മീറ്റ് ചെയ്യാം.